കേരളത്തിലെ ഒരു കോടീശ്വരനായ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ഒരു വിശ്വാസിയായ സഹോദരൻ. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഓരോന്നോരോന്നായി തകർന്നടിയാൻ തുടങ്ങി. തൻ്റെ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി പൂട്ടപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി. അപ്പോഴും അദ്ദേഹം തൻ്റെ ഓഫീസിന് സമീപമുള്ള അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് പോയി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പിന്നീട് ആ വീണുപോയ സ്ഥലത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ആ മനുഷ്യൻ സമൂഹത്തോട് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 186 വചനം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ ദാസന്മാർ അവർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥമാണെന്ന് പറഞ്ഞേക്കുക പ്രവാചകരെ. പലപ്പോഴും സമ്പത്തും കച്ചവടവും ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാരും ബന്ധവുമൊക്കെ നമുക്കുണ്ടാകും. ഒരു രൂപയ്ക്കും വിലയില്ല എന്ന് മനസ്സിലാകുമ്പോൾ അകലാൻ തുടങ്ങും. എന്നാൽ റബ്ബുൽ ആലമീനായ നാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആരു നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ ദാസന്മാർ, എൻ്റെ അടിമകൾ, എൻ്റെ പടപ്പുകൾ അവർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് അവരുടെ നീറ്റലോടുകൂടി എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. ഒരു സത്യവിശ്വാസി ഏതു ദുരന്തങ്ങൾ വരുമ്പോഴും ഏതു പ്രതിസന്ധി വരുമ്പോഴും ഈ ലോകത്തു നിന്നൊരു പക്ഷേ വേർപെടേണ്ട സാഹചര്യം, ICUലോ വെന്റിലേറ്ററിലോ അകപ്പെട്ടു പോയാലും അവിടെയും നമ്മുടെ മനസ്സ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമുക്ക് ആശ്വാസമാകും. അതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആ ഗുഹാമുഖത്ത് ശത്രുക്കൾ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ, ലാ തഹസൻ യാ അബൂബക്കർ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ അങ്ങ് വ്യസനിക്കേണ്ട, അള്ളാഹു